ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചെമ്മീൻ ചമ്മന്തിയാണ്. എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ ചെമ്മീൻ ചമ്മന്തി നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ഉണക്ക ചെമ്മീൻ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ചമ്മന്തിയാണ് ഈ ഉണക്ക ചെമ്മീൻ വെച്ചിട്ടുള്ളത്. അതിനായിട്ട് ഞാനൊരു 100 ഗ്രാം ഉണക്ക ചെമ്മീൻ വറുത്ത് തന്നെ വെച്ചിരുന്നതാണ്. പക്ഷെ നമുക്ക് ഒന്നുകൂടെ ചൂടാക്കിയെടുക്കണം. ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കൊരു 5 വറ്റൽമുളക് ഒന്ന് വറുത്തെടുക്കാം. വറ്റൽമുളക് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. നമുക്ക് ഈ പാനിലേക്ക് 1 കപ്പ് ചുരണ്ടിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങായി ഒന്ന് വറുത്തെടുക്കാം. ഒത്തിരി വറുക്കണ്ട, ആവശ്യത്തിനൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 8 ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം വാളംപുളി ചെറുതായിട്ട് മുറിച്ചിട്ടത് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. തേങ്ങ ആവശ്യത്തിന് നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കോരിയെടുക്കാം. ഇപ്പം തേങ്ങയും മുളകും ഒക്കെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചെമ്മീനും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഒത്തിരി ഫ്ലെയിമൊക്കെ ആക്കി കരിഞ്ഞു പോകരുത്. നല്ലപോലെ ചെമ്മീനും ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ വറുത്തെടുത്ത ചെമ്മീൻ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. തേങ്ങയും മുളകും വറുത്തെടുത്തിട്ടുണ്ട്. ചെമ്മീനും നമ്മളൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. ആദ്യം നമുക്ക് ഈ മുളകൊന്ന് പൊടിച്ചെടുക്കാം. മുളക് നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്തെടുത്ത തേങ്ങയും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. തേങ്ങയും മുളകും എല്ലാം നല്ലതായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ കൂടി ചെമ്മീനും കൂടി ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം. ചമ്മന്തി നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ചമ്മന്തി റെഡി ആയിരിക്കുകയാണ്. ഈ ഒരു കറി മതി നമുക്ക് ചോറുണ്ണാനും കഞ്ഞി കുടിക്കാനും ഒക്കെ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.